Good afternoon, all. Good afternoon, ma'am. Good afternoon, Miss. Okay, അപ്പൊ നമ്മള് ഇന്നലെ ലബോറട്ടറിയുടെ ബാക്കി കണ്ടിന്യൂഷൻ ആണ്. ഒരു കുറച്ച് ഭാഗം കൂടി നമുക്ക് ലബോറട്ടറി എന്ന ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട്. സോ നോക്കാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് ആണ് നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ജനറൽ സേഫ്റ്റി മെഷേഴ്സ്. ലബോറട്ടറിയിൽ നമ്മൾ പൊതുവായിട്ടുള്ള സുരക്ഷാ മാർഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നോക്കാം, പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. All laboratory personnel should have knowledge of the laboratory safety policies and procedures and act in accordance with these at all times. ഇപ്പോൾ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ലബോറട്ടറി സുരക്ഷാ നയങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അവർക്ക് അറിഞ്ഞിരിക്കണമെന്ന് എങ്ങനെയാണ് നമ്മൾ സേഫ് ആയിട്ട് അവിടെ നീക്കേണ്ടത്, അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ അതനുസരിച്ചിട്ട് വേണം അവര് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രവർത്തിക്കാൻ. Second one, list of dangerous materials used in the laboratory should be prepared. Laboratory la ഉപയോഗിക്കുന്ന dangerous ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. Then eye wash facilities should be made available as stand-alone facility or attached to sink. So eye wash ചെയ്യാനൊക്കെ ഇപ്പൊ നമുക്ക് കണ്ണിലൊക്കെ തെറിക്കാനുള്ള മറ്റും നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി, അതായത് സിങ്ക് ഉണ്ടായിരിക്കണം. നമുക്ക് സ്വയം തനിയെ കഴുകാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സിങ്ക് ഉണ്ടായിരിക്കണം. നാലാമതായിട്ട് പറയുന്നത് ബയോ ഹസാർഡ് സിംബൽസ് ഷുഡ് ബി യൂസ്ഡ് ഓൺ ഓൾ കണ്ടെയ്നർ equipment that contains bio-dangerous material. നമ്മൾ പഠിച്ചു ബയോമെഡിക്കൽ വേസ്റ്റിൽ പഠിച്ചോ, കളർ കോഡുള്ള കണ്ടെയ്നറുകൾ ഓരോരോ വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്തിടാനായിട്ട് അതായത് ഡിഫറെന്റ് കളർ കോഡുള്ള കണ്ടെയ്നേഴ്സ് പഠിച്ചില്ലേ? നിങ്ങളാണോ പഠിച്ചത്? ഓക്കെ, അപ്പോ നമ്മള് ലബോറട്ടറിയിലാണെങ്കിലും ബയോ ഹസാർഡ് സിംബൽസ് ഉപയോഗിക്കാണ്. ഇപ്പൊ ഷാർപ്പ് വേസ്റ്റ് ഇടാനായിട്ട് അതിന്റെ കളർ കോഡുള്ള കണ്ടെയ്നർ നിക്ഷേപിക്കുക. അതിന് കളർ കോഡൊക്കെ അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. Then laboratory personnel should be completely trained in managing fire and non-fire emergencies like large spillage, gas leakage, etc. ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികള് കംപ്ലീറ്റ്ലി ട്രെയിനഡ് ആയിരിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് അറിവുണ്ടായിരിക്കേണ്ടത്? മാനേജിങ് ഫയർ, അല്ലെ? ഇപ്പോൾ ഇവിടുത്തെ ഉണ്ടാവുകയാണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്, അതിനുള്ള ട്രെയിനിങ്സ് ഉണ്ടായിരിക്കുക. ദെൻ മറ്റ് എമർജൻസീസ്, അതായത് സ്പില്ലേജ് വേസ്റ്റോ അല്ലെങ്കിൽ സ്പില്ലേജ് ലീക്കുകളോ അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് ഒക്കെ വരുമ്പോൾ അതിനെതിരെ ചെയ്യാനായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാനായിട്ടുള്ള ട്രെയിനിങ്സ് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസിന് ഉണ്ടായിരിക്കണം. Then ample fire extinguishers should be quickly available in the laboratory. ലബോറട്ടറിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ലബോറട്ടറിയുടെ അരികിലായിട്ട് തന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടായിരിക്കണം. ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്താണെന്ന് അറിയാലോ, കണ്ടിട്ടുണ്ടാവില്ലേ? എന്ത് കളറാണ് അതിന്? നോർമലി ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ കളർ ഏതാണ്? ഹോസ്പിറ്റലിൽ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? റെഡ് കളറിലേക്കാണ്. ദെൻ അതിനൊരു സെപ്പറേറ്റ് ഒരു ചെറിയൊരു റൂം പോലേക്ക് ഉണ്ടാകും. അവിടെ ആയിരിക്കും ഫയർ എക്സ്റ്റിംഗ്വിഷർ. മേ ബി തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ. റെഡ് കളറിലാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത്. Then accident, incident, injuries record of laboratory personnel should be kept and intimated to designated authority. ഇപ്പോ ലബോറട്ടറിയുടെ ഉള്ളിൽ തന്നെ വരുന്ന ആക്സിഡൻസും എന്തെങ്കിലും സംഭവങ്ങളോ പരുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവയുടെ രേഖകളൊക്കെ സൂക്ഷിക്കണം. അത് എന്ത് ചെയ്യാം? അതിൻ്റെതായിട്ടുള്ള അതോറിറ്റിയെ, അതായത് അതോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഹയറാർക്കിയിൽ പറഞ്ഞല്ലോ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ലബോറട്ടറി ഡയറക്ടർ ആണ്. സോ ആ കൃത്യമായിട്ടും ആരെയാണ് ഏൽപ്പിക്കുന്നത്? ആ ഒരു ഡയറക്ടറെ ഈ ഒരു റെക്കോർഡ്സുകളും ഏൽപ്പിക്കുക. Then do not chew gum, drink, smoke or eat while working in the lab. ലബോറട്ടറിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വയലെ ഗം ചെയ്യിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക് ചെയ്യാനോ സ്മോക്ക് ചെയ്യാനോ കഴിക്കാനോ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സ്മോക്ക് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? റീസൺ ഉണ്ടോ അതിന്?
എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കഴിക്കരുത് കുടിക്കാൻ പാടില്ല ഒക്കെ പറയുന്നത്? നമുക്കറിയാം അവിടെ സ്പെസിമെൻസ് ഒക്കെയാണ് നമ്മൾ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത്. സോ ഇൻഫെക്ഷൻ ഉള്ളതാകാം, ഇൻഫെക്ഷൻ അല്ലാത്ത സ്പെസിമെൻസ് ഉണ്ടാകാം. സോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴോ ഡ്രിങ്ക് ചെയ്യുമ്പോഴൊക്കെ ഇൻഫെക്ഷൻസ് അതിലൂടെ പകരാൻ ചാൻസ് ഉണ്ട്. Then laboratory glassware should never be used as food or beverage containers. ലബോറട്ടറിയുടെ ഗ്ലാസ്വെയർ ഫുഡ് കഴിക്കാൻ ബിവറേജസ് മീൻസ് വെള്ളം കുടിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. Always put on suitable clothing. Chemically resistant lab coats or aprons are suggested. ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ യൂണിഫോം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവരുടെ യൂണിഫോം? ലബോറട്ടറിയിൽ സ്റ്റാഫുകളുടെ യൂണിഫോം അവരിട്ട് കൊണ്ടുവരുന്നത് നോർമൽ അവരുടെ ഡ്രസ്സിൽ തന്നെയാണോ ലബോറട്ടറിയിൽ നിൽക്കുന്നത്? ആണോ? ലബോറട്ടറിയിൽ പോയിട്ടില്ലേ? എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ആയിട്ട് ലബോറട്ടറിയിൽ വൈറ്റ് ആണ് സമ്മതിച്ചു. ഓക്കെ, അവരുടെ നോർമൽ ഡ്രസ്സ് തന്നെയാണോ അവരിടുന്നത്? ആണോ? എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? അവർ ആ കോട്ട് ധരിക്കും അല്ലെ? നല്ല കട്ടിയുള്ള റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള കോട്ട്സ് ആണ് അവർ ധരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷനും മറ്റുള്ളതൊക്കെ മേത്തോട്ടൊക്കെ തീർക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല കുറച്ചുകൂടി കട്ടിയുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കോട്ട്സ് ഒക്കെയാണ് ധരിക്കുന്നത്. ഹാൻഡിൽ നീഡിൽസ്, സിറിഞ്ചസ് ആൻഡ് അതർ ഷാർപ്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അറ്റ്മോസ്റ്റ് കെയർ എന്ന് വെച്ചാൽ എന്താണ്? അതീവ തീവ്രതയോട് കൂടി തന്നെ വേണം നമ്മൾ നീഡിൽസും സിറിഞ്ചും മറ്റു ഷാർപ്പായിട്ടുള്ള വസ്തുക്കളെ ഹാൻഡിൽ ചെയ്യുവാൻ. Then compressed gas cylinders should be secured to prevent them from being knocked over. അല്ലെ, കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉണ്ടെങ്കിൽ നോക്ക്ഡ് ഓവർ ചെയ്യാറുണ്ട്. അതായത് ഗ്യാസ് സിലിണ്ടർ ഒക്കെ ലബോറട്ടറിയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് തമ്മിൽ എന്താ പറയാ തമ്മിൽ കൂട്ടി മുട്ടാതെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മള് മെഡിക്കൽ ഗ്യാസുകൾ ഇതുപോലെ നമ്മൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? മീൻസ് ഗ്യാസ് സിലിണ്ടർ ഒക്കെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഇതിൽ തമ്മിൽ കൂട്ടിമുട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം. In the care of a chemical splashing into your eyes or on your skin, immediately flush the affected area with running water for at least 20 minutes eye wash facility. ഇനി ഇൻ കേസ് ലബോറട്ടറിയിൽ നിൽക്കുന്ന സ്റ്റാഫ് നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ കെമിക്കൽ സ്പ്ലാഷ്, അതായത് എന്തെങ്കിലും കെമിക്കൽസ് നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോ തെറിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ആ തെറിച്ച ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ കണ്ണ് ഇപ്പൊ കണ്ണിലാണ് നമ്മൾ തെറിച്ചതെങ്കിൽ 20 മിനിറ്റ്സ് നമ്മൾ കണ്ണ് കഴുകിയാൽ മാത്രമേ ആ ഒരു കെമിക്കൽ സ്പ്ലാഷ് തെറിച്ചത് പോവുകയുള്ളൂ. സോ സ്കിന്നിലാണെങ്കിലും ഐയിലാണെങ്കിലും 20 മിനിറ്റ്സ് ആ ഒരു എവിടെയാണോ ആ ഒരു ഏരിയയിൽ നമ്മള് കെമിക്കൽ സ്പ്ലാഷ് തെറിച്ചിട്ടുള്ള ഏരിയയിൽ 20 മിനിറ്റ്സ് നല്ല രീതിയിൽ അത് കഴുകി ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ജനറൽ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പോയിന്റ്സ് സിമ്പിൾ ആണ്. നമുക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സുകളാണ് അല്ലെ? ലബോറട്ടറിയിൽ കോട്ട് ധരിക്കണം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിന്റെ പ്രിക്കോഷൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം നോർമലി. ക്ലിയർ ആണോ? പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജനറൽ സേഫ്റ്റി മെഷേഴ്സ്. നിങ്ങൾ ആരൊക്കെ റെസ്പോൺസ് ഒന്നും ഇല്ലായോ? എന്ത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഉറപ്പാണ് എല്ലാവരും? ആണോ? അതുകൊണ്ടാണോ റെസ്പോൺസ് ഒന്നും ഇല്ലാത്തത്? അല്ല, ക്ലാസ്സിലുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ചോദിക്കണമെന്നൊന്നും എനിക്കൊരു മറുപടി ഒന്നും കിട്ടുന്നില്ലേ? അപ്പൊ ഞാൻ അതേപോലെ ഇതിലേക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ എല്ലാവരും ക്ലാസ്സിലില്ല, എല്ലാവരും പല പല അങ്ങനെയാണോ? ഓക്കെ, എല്ലാവരും ക്ലാസ്സിൽ തന്നെയുണ്ട്. ചോദിക്കുന്നതിനൊക്കെ ഒന്ന് റെസ്പോൺസ് ഒക്കെ ചെയ്യാട്ടോ. എന്തായാലും ആണെങ്കിലും നോവാണെങ്കിലും റെസ്പോൺസ് ഒക്കെ ചെയ്യാട്ടാ. ഇവിടെ ഉണ്ട്. ഓക്കെ, വായിച്ചു നോക്കാം. ജനറൽ സേഫ്റ്റി മെഷേഴ്സ്. ഓരോ പോയിന്റും വായിക്കാം, മീനിങ് മനസ്സിലാക്കി വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും.
കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? വായിച്ചോ? ജനറൽ സേഫ്റ്റി മെഷേഴ്സ് 5th പോയിന്റ്. അതായത് അവർക്ക് ട്രെയിനിങ് ലഭിച്ചിരിക്കണം. ഇപ്പൊ ഒരു ഫയർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പോ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കാനോ അതിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ് കിട്ടിയിരിക്കണം. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താണ്? ഐ വാഷ് ഫെസിലിറ്റി. ഒരു നമുക്ക് ഇപ്പോ കണ്ണിലെന്തെങ്കിലും സംഭവിച്ചാൽ കഴുകാനോ അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിലൊക്കെ കഴുകാനോ മറ്റും നമുക്ക് എന്ത് വേണം? ഒരു സിങ്ക് ഉണ്ടായിരിക്കണം. നമ്മൾ വാഷ് ബേസിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സിങ്ക് വാഷ് ബേസിൻ ഉണ്ടായിരിക്കണം. ഓക്കെ. Then next one കുറച്ച് സിമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. സയൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നിങ്ങൾ സിമ്പിൾസുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾ ലബോറട്ടറിയിൽ കണ്ടു കാണും അല്ലെങ്കിൽ ഇനിയിപ്പോ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണില്ല. ഇനി എപ്പോഴെങ്കിലും നമ്മൾ ലബോറട്ടറിയിൽ പോകുമ്പോ ഇങ്ങനെയുള്ള സയൻസ് സിമ്പിൾസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. നോക്കില്ല എല്ലാവരും? ഓക്കെ. Then സയൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി. ഫസ്റ്റ് സിമ്പിൾസ് നോക്കി. ഇൻഫ്ലേമബിൾ അല്ലെ, അതായത് കത്തുന്ന ഒരു തരം വസ്തുക്കൾ അവിടെ ഉണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഡേഞ്ചറസ് ആയിട്ടുള്ള. ദെൻ ഹാർംഫുൾ കണ്ടോ. ദെൻ മൂന്നാമത്തെ പിക്ചർ നോക്കാം. കൊറോസീവ്. കൊറോസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് കൊറോസീവ് സബ്സ്റ്റൻസിന്റെ പ്രസൻസ് ഉണ്ടെന്ന്. അതായത് നമ്മൾ എന്താ കൊറോസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടകരമായിട്ടുള്ള സബ്സ്റ്റൻസ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡോ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറൈറ്റ്, സോഡിയം ഹൈഡ്രോക്ലോറൈറ്റ് അങ്ങനെയുള്ള നമ്മള് മൂലകങ്ങൾ ഉണ്ടല്ലോ, കുറച്ച് അപകടകാരികളായിട്ടുള്ള മൂലകങ്ങൾ. അതിന്റെ ഒരു പ്രസൻസ് ഉണ്ടെന്നാണ് കൊറോസീവ്സ് സൂചിപ്പിക്കുന്നത്. ദെൻ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക്കൽ ഹസാർഡ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഇലക്ട്രിക്കൽ ഹസാർഡ്സ് കണ്ടോ. ചിലതിന് നമുക്ക് പേര് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും, ചിലത് നമ്മൾ മനസ്സിലാക്കണം. ദെൻ പോയിസൺ, റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. ദെൻ ബയോ ഹസാർഡ്സ്, റേഡിയേഷൻ ഹസാർഡ്സ് കണ്ടോ. റേഡിയേഷനെ സൂചിപ്പിക്കുന്നതാണ്. ഒരു ഫാനിന്റെ പോലെ തോന്നിക്കുന്നുണ്ടോ? തോന്നിയോ? ചെറിയൊരു ഫാനിന്റെ പോലെ തോന്നുന്നില്ലേ നമുക്ക്? തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നിയോ? യെസ്. ഓക്കെ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കോട്ടോ, സിമ്പിൾ വന്നിട്ട് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ചോദിക്കും. സോ സിമ്പിൾസ് ഒന്ന് നോക്കി വെച്ചേക്കൂ, എളുപ്പമാണത്. എന്തെങ്കിലും ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു കോഡൊക്കെ വെച്ച് നോക്കുക കേട്ടോ. ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ഒരു ഷോക്കേറ്റ പോലത്തെ ഒരു സിമ്പിൾ അല്ലേ അത്. ദെൻ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഫാനിന്റെ കാര്യം ആലോചിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കോഡ് വെച്ചിട്ട് പഠിക്കാം. ദെൻ ബയോ ഹസാർഡ്സ് എന്ന് പറയുന്നതും ഏകദേശം ഒരു 3 മീൻസ് ഒരു ഫ്ലവർ പോലെ എനിക്ക് ചോദിക്കാം അല്ലെ. റേഡിയേഷൻ കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. ഫാനിന്റെ ഒക്കെ ഒരു ടൈപ്പാണ് നമ്മള്. ദെൻ വെയർ ഗ്ലൗസ്. ഗ്ലൗസ് ധരിക്കുക. ഗ്ലൗസിന്റെ പിക്ചർ ഉണ്ടല്ലോ. ദെൻ ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വോൺ. ഫുൾ ഫേസ് മാസ്ക് ധരിക്കും. നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. ഫുഡും ഡ്രിങ്ക്സ് ഒന്നും അലൗഡ് ചെയ്തിട്ടില്ല. ദെൻ ലാസ്റ്റ് വൺ അറിയാലോ, എന്താണ് ലാസ്റ്റ് വൺ? സിമ്പിൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? നോ സ്മോക്കിംഗ് അല്ലെ, പുകവലി പാടില്ല എന്നുള്ളത്. ഓക്കെ. ഇത്രയുമാണ് മെയിൻ ആയിട്ട് നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നോക്കാം കേട്ടോ. സിമ്പിൾസ് ഒന്ന് നോക്കാം, എളുപ്പമാണ്. എക്സാമിന് ചിലപ്പോൾ സിമ്പിൾസ് ചോദിക്കാം. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് തന്നിട്ട് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ഓർ റേഡിയേഷൻ ഹസാർഡ്സോ ഏതെങ്കിലും ചോദിച്ചിട്ട് അതിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ഏതാണെന്ന് ചോദിക്കാം. രണ്ട് രീതിയിലും തിരിച്ചും മറിച്ചും ചോദ്യം ആവർത്തിക്കാം കേട്ടോ. നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സിമ്പിൾസും സയൻസും ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്, അതിന്റെ പിക്ചറുകൾ ഏതാണ് എന്ന് നോക്കി വെക്കുക.
ഓക്കെ, നോക്കി എല്ലാവരും സയൻസ് ആൻഡ് സിമ്പിൾസ് ക്ലിയർ ആണോ? കുഴപ്പമില്ലൊന്നും പഠിച്ചു വെക്കുന്നോട്ട് എന്തായാലും എക്സാമിന് ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, then next one നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. What responsibilities are common for lab manager jobs? ഒരു ലാബ് മാനേജറിന്റെ കോമൺ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് ഉത്തരവാദിത്തങ്ങൾ നോക്കാം. കുറച്ചധികം റെസ്പോൺസിബിലിറ്റി ഉണ്ട്, മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. അത് ഇത്രയും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കാം. നോക്കാം. ഫസ്റ്റ് വൺ, ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ്. ലബോറട്ടറി പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖ നടപ്പിലാക്കുക. അതുപോലെ തന്നെ എന്താണ് മേൽനോട്ടം വഹിക്കുകയാണ്. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രോഗ്രാംസുകളെയും എന്ത് ചെയ്യാം, മേൽനോട്ടം വഹിക്കുക. Then second one, contact with nursing and other hospital staff whenever needed. ആവശ്യമുള്ളപ്പോൾ അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫുകളെയോ മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകളെയോ കോണ്ടാക്ട് ചെയ്യാനും ഇൻ കേസ് എന്തെങ്കിലും ഇപ്പോൾ റിസൾട്ടിന്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ നഴ്സിനെയോ അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകളെയോ കോണ്ടാക്ട് ചെയ്യുക. Implement policies and procedures connected with specific area. അതായത് സ്പെസിഫിക് നിർദ്ദിഷ്ട മേഖലകളിൽ അവിടേക്കായിട്ടുള്ള പുതിയ പുതിയ പോളിസികൾ പ്രൊസീജിയേഴ്സുകളൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുക. Then access, observe, track and train technical employee performance. അതായത് എന്താണ് പറയുന്നത്, എംപ്ലോയീസിന്റെ പെർഫോമൻസിന് വിലയിരുത്തണം, അവരുടെ പ്രവർത്തനങ്ങളെ ഒബ്സർവ് ചെയ്യുക. അവര് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, വർക്കിംഗ് ടൈം ഒക്കെ കൃത്യമാണോ, അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ടെക്നിക്കൽ പരമായിട്ടും എല്ലാ രീതിയിലും അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക. Then arrange on-site training for new and existing staff members. പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിനും അതോടൊപ്പം തന്നെ അവിടെ നിലവിലുള്ള സ്റ്റാഫിനും ഓൺസൈറ്റ് ട്രെയിനിങ് കൊടുക്കാണ്. അതായത് അവിടെ തന്നെ അവരുടെ ജോലി ഇടത്തിൽ വെച്ച് തന്നെ അവർക്ക് ട്രെയിനിങ്സുകൾ കൊടുക്കാണ്. ചിലപ്പോൾ പുതിയ പുതിയ ടെസ്റ്റുകളെ കുറിച്ച്, എങ്ങനെയാണ് പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ എക്യുപ്മെന്റ്സ് നമ്മൾ എങ്ങനെയാണ് എക്യുപ്മെന്റ്സ് പ്രവർത്തിപ്പിക്കേണ്ടത്, അങ്ങനെ എന്നിങ്ങനെയുള്ള കുറച്ച് ട്രെയിനിങ്സുകൾ അവരുടെ സൈറ്റിൽ തന്നെ കൊടുക്കുകയാണ്. അതായത് ലബോറട്ടറിയിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുക, പുതിയ സ്റ്റാഫ് ആണെങ്കിലും അതുപോലെ തന്നെ നിലവിലുള്ള സ്റ്റാഫുകളാണെങ്കിലും പുതിയ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ മറ്റു പുതിയ പുതിയ എന്തെങ്കിലും രീതികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ളൊരു ട്രെയിനിങ്സും കാര്യങ്ങളും നൽകുക. ഓക്കെ, ഫസ്റ്റത്തെ 5 പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ആദ്യത്തെ 5 പോയിന്റ്, ഒത്തിരി അധികം പോയിന്റ്സ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരുമിച്ച് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആദ്യത്തെ 5 എണ്ണം നമ്മൾ പറഞ്ഞു, 5 എണ്ണം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത 5 എണ്ണം പറയാം. തേർഡ് പോയിന്റ് എന്താ പറയുന്നത്, ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് എന്താണ്, സ്പെസിഫിക് ഏരിയയിൽ ഓരോ നിർദ്ദിഷ്ട ഏരിയയിലേക്കുള്ള ഇംപ്ലിമെന്റ് പോളിസികളും പ്രൊസീജിയേഴ്സുകളും ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പാക്കുക എന്ന് പറയില്ലേ, പുതിയ പുതിയ നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവരിക. 4ാമതായിട്ട് പറയുന്നത് എംപ്ലോയി പെർഫോമൻസ്, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പെർഫോമൻസ് അതിനെ ഒബ്സർവ് ചെയ്യുക, വിലയിരുത്തുക. ആ ഒരു ട്രാക്ക് ഒക്കെ നോക്കാണ്, അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, ടെസ്റ്റുകളാണെങ്കിലും റിസൾട്ടുകളൊക്കെ കൃത്യമാണോ എന്നൊക്കെ അവരൊന്ന് നിരീക്ഷിക്കുക. സൂപ്പർവിഷൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് നോക്കാലോ. അടുത്ത പോയിന്റ് നോക്കാം. ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻ. ഡിസ്ചാർജ് എന്തായിരിക്കും ഡിസ്ചാർജ് ഉദ്ദേശിക്കുന്നത്?
മീൻസ് നിർവഹിക്കുക, ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് ടു ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അഡീഷണൽ ഡ്യൂട്ടീസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻസ്, ലബോറട്ടറി പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് അഡീഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസുകൾ നിർവഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കൂടാതെ കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് പല പ്രവർത്തനങ്ങളും ലബോറട്ടറിയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചെയ്യുക. ഒരു മാനേജർ ആണല്ലോ, മാനേജർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ആ ലബോറട്ടറിയിൽ നല്ല രീതിയിൽ പിന്തുണക്കേണ്ടത് ആവശ്യമാണ്, അല്ലേ? Then extend customer service to include all internal and external customers. Extend customer services, അല്ലേ? അതായത് എന്താണ് പറയുന്നത്, കസ്റ്റമർ സർവീസസ് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അതായത് ഇന്റേണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിന്റെ. ഇന്റേണൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? കൂടുതലായിട്ട് അവിടെ വരുന്ന പേഷ്യൻസും അതുപോലെ തന്നെ പുറമേ നിന്ന് വരുന്ന സ്ഥിരം കാണുന്ന വരുന്ന പേഷ്യൻസും, അല്ലെങ്കിൽ നമ്മൾക്കറിയാം ഇപ്പൊ സ്ഥിരം ഒരു ലബോറട്ടറിയിൽ തന്നെ പോയിട്ട് നമ്മൾ എപ്പോഴും ചെക്കപ്പ് ചെയ്യുന്നതും ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോ അത് കൂടാതെ എക്സ്റ്റേണൽ ആയിട്ട് ഇടയ്ക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിലും അവർക്കും നല്ലൊരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. Then make sure that communication of laboratory data and appropriate result reporting. ലബോറട്ടറിയുടെ ആശയവിനിമയങ്ങളെല്ലാം ഉചിതമായിട്ടുള്ള രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉറപ്പാക്കാണ്. നമുക്കറിയാം ഒരു ലബോറട്ടറിയിൽ നമുക്ക് ഏറ്റവും വേണ്ടത് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്, അല്ലേ? സോ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ദെൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസൾട്ട് റിപ്പോർട്ടിങ്ങും ഉണ്ടായിരിക്കണം. Release sample to laboratory staff and communicate due dates and turnaround times. Release sample to laboratory staff. അല്ലെ, അതായത് നമ്മളിപ്പോ ടെസ്റ്റിന് കൊടുത്തെന്ന് വിചാരിക്കാം. ഇപ്പൊ ചില ടെസ്റ്റുകൾ സമയം എടുക്കും, ചിലപ്പോ 1-2 ദിവസമൊക്കെ എടുക്കും. ഇപ്പോ ഹോർമോണൽ ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഇപ്പൊ തൈറോയിഡോ അങ്ങനെയുള്ള ടെസ്റ്റുകളാണെങ്കിൽ റിസൾട്ട് നമുക്ക് അപ്പൊ തന്നെ ലഭിക്കാറുണ്ടോ? ഉണ്ടോ? റിസൾട്ട് നമുക്ക് അപ്പൊ തന്നെ കിട്ടും. ഇപ്പൊ തൈറോയിഡിന്റെ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോ യൂറിന്റെ ഇതൊക്കെ ആണെങ്കിൽ 1-2 മണിക്കൂറിനുള്ളിൽ നമുക്ക് റിസൾട്ട് ആകും. പക്ഷെ ചില ടെസ്റ്റുകൾക്ക് എന്താണ്, കുറച്ച് ടൈം എടുക്കും, അല്ലെ? റിസൾട്ട് കിട്ടാനായിട്ട് കൂടുതൽ ടൈം എടുക്കേണ്ടതായിട്ട് വരും. സോ നമ്മള് ആ ഒരു എന്താണ് സാമ്പിൾ സ്വീകരിച്ചിട്ട് റിസൾട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ടൈം കൃത്യമായിട്ട് പറയാണ്. ടേൺ വെച്ചാൽ അതിന്റെ റിസൾട്ട് കിട്ടുന്ന ഒരു ടൈം. ഇപ്പൊ നമ്മള് ലബോറട്ടറിയിൽ പോകുമ്പോ നമ്മൾ ചോദിക്കും, അല്ലെ, റിസൾട്ട് എപ്പോഴത്തേക്കാണ് ആകുന്നത് ചോദിക്കാറില്ലേ? അപ്പൊ അവർ കറക്റ്റ് സമയം പറയും. അല്ലെങ്കിൽ ഇന്ന ദിവസം വരണം, ചിലപ്പോ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ഇന്ന ദിവസം ഇന്ന ടൈമില് വരാൻ പറയാറുണ്ട്. അങ്ങനെ അപ്പൊ തന്നെ കിട്ടുന്ന റിസൾട്ട് എല്ലാം കുറച്ച് വൈകുമ്പോൾ നമ്മളോട് പറയാറുണ്ട്, ഇന്ന ദിവസം വരാം അല്ലെങ്കിൽ ഇന്ന ടൈമിൽ വരുമ്പോൾ റിസൾട്ട് റെഡി ആയിട്ടുണ്ടാകും. സോ ഇത് കൃത്യമായിട്ട് പറയുന്നതാണ് സാമ്പിൾ റിലീസ് ചെയ്യുന്ന ടൈം എപ്പോഴാണെന്നുള്ളത്. ഓക്കെ, then guide the handling and resolution of complex issues and complaints. ഇനി ലബോറട്ടറിയിൽ വരുന്ന എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുക, കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക. ഓക്കെ, മാനേജർ അടുത്തല്ലേ നമ്മൾ ബന്ധപ്പെടുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലോ, ചിലപ്പോൾ റിസൾട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ടെസ്റ്റിന്റെ കാര്യത്തിലും നമുക്കൊരു സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മൾ നേരിട്ട് ഡയറക്ട്ലി എന്ത് ചെയ്യും, മാനേജറിന്റെ അടുത്തായിരിക്കും കംപ്ലൈൻസ് കൊടുക്കുന്നത്. അപ്പോ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനെ ഹാൻഡിലും ചെയ്യാം, അതോടൊപ്പം തന്നെ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതിനുള്ളൊരു പരിഹാരവും കാണുക. ഓക്കെ, ദെൻ 5 പോയിന്റ് നമ്മൾ പറഞ്ഞു, ഇതൊന്ന് വായിച്ചു നോക്കാം. എക്സ്റ്റെൻഡ് തുടങ്ങി ഗൈഡ് വരെ നോക്കാം കേട്ടോ. 5 പോയിന്റ്, സോറി ഡിസ്ചാർജ് തുടങ്ങിയല്ലേ പറയുന്നത്. ഓക്കെ, ഡിസ്ചാർജ് തുടങ്ങിയുള്ള 5 പോയിന്റ് വായിച്ചു നോക്കാം കേട്ടോ. 5 പോയിന്റ് വെച്ച് പറയാം. ഓക്കെ, ഒത്തിരി പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കാം നിങ്ങള്.
Okay. Then next നോക്കാം. Responsible for all employees who are working at lab on demand facility. ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ ഡിമാൻഡ് ഫെസിലിറ്റി, അതായത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉള്ള ഉത്തരവാദിത്തം കൂടി മാനേജർക്ക് ഉണ്ട്. അതായത് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവർക്ക് തിയേറ്ററുകൾക്ക് ഉണ്ടാവുമല്ലോ, അവരുടെ ആവശ്യങ്ങളൊക്കെ സാധ്യമാക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, പരിശോധിക്കുക. ആ ഉത്തരവാദിത്തം ലബോറട്ടറി മാനേജർക്കാണ്. അവർക്ക് ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നുണ്ടോ. Ensure adherence with federal, state and system regulations to provide operation. എന്താണ് പറയുന്നത്, ഒരു ലബോറട്ടറി പ്രവർത്തിക്കുമ്പോൾ അത് ഫെഡറൽ, സ്റ്റേറ്റ്, സിസ്റ്റം റെഗുലേഷൻസ് പ്രൊവൈഡ് ഓപ്പറേഷൻസ്, എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് അല്ലെ സംസ്ഥാന അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോ ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അത് പാലിക്കുക. Assure compliance with all cooperative policy procedures in the laboratory. Assure compliance with all corporate policy procedures in the laboratory. Yeah, assurance എന്താണ്, അല്ലെങ്കിൽ നമ്മള് ഗവൺമെന്റ് പോളിസി, അതുപോലെ തന്നെ ഗവൺമെന്റ് പോളിസി നയങ്ങൾ കൃത്യമായിട്ടും ഹോസ്പിറ്റലിൽ ലബോറട്ടറി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Enlarge the lab's research portfolio by helping to develop new research projects and proposals. ലാബ് റിസർച്ച് പോർട്ട്ഫോളിയോ എൻലാർജ് ചെയ്യാൻ, വികസിപ്പിക്കുകയാണ്. അതായത് ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, ലബോറട്ടറിയിൽ ചെല്ലുമ്പോൾ ഒരു രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പൊ അത് കുറച്ചും കൂടി ഒന്ന് വെബ്സൈറ്റുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ട് അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുക. Set up and keep all laboratory records in accordance with specifications. Means ഹോസ്പിറ്റലിലെ ലബോറട്ടറി റെക്കോർഡ്സുകള് സ്പെസിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുകയാണ്, സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓരോരോ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ വരണം, ടെസ്റ്റുകളുടെ റിപ്പോർട്ട്സുകൾ, അങ്ങനെ രജിസ്റ്ററുകൾ എന്ത് ചെയ്യുക, റെക്കോർഡ്സുകൾ കൃത്യമായിട്ടും സെറ്റ് ചെയ്ത് വെക്കുക. Make sure that supplies are available as needed for lab section. ലാബിലെ സെക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലബോറട്ടറിയിലേക്ക് ആവശ്യമായിട്ടുള്ള നീഡിലാവാം, സിറിഞ്ച് ആകാം അല്ലേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗ വസ്തുക്കൾ, എക്യുപ്മെന്റ്സ് ആകാം. ഇതെല്ലാം ലബോറട്ടറിയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. സജസ്റ്റ് മെഷർ ടു എൻഹാൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, യൂസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ്സ്. ഇനി എന്തെങ്കിലും പുതിയ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ്സുകള് അല്ലെങ്കിൽ നമുക്ക് എക്യുപ്മെന്റ്സിന്റെ ഉപയോഗം ഇതെല്ലാം നിർദ്ദേശിക്കുക. ലാസ്റ്റ് വൺ പറയുന്നത് മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് എന്താണ്, മോണിറ്റർ, അനലൈസ്, ജസ്റ്റിഫൈ എക്സ്പെൻസ്. അതായത് ആ ഒരു ലബോറട്ടറിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മോണിറ്റർ ചെയ്യാം, അതിനെ അനലൈസ് ചെയ്യാം. ദെൻ അവിടുത്തെ വരുമാനവും എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് വിലയിരുത്തുകയാണ്. മാനേജറാണല്ലോ അവിടുത്തെ കാര്യങ്ങള്, വരവും ചിലവും കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ എക്സ്പെൻസും റവന്യൂ അത് കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ഒരു ലബോറട്ടറി മാനേജറിന്റെ ഡ്യൂട്ടീസ്. ചെറിയ ഡ്യൂട്ടിയാണോ ഒരു ലബോറട്ടറി മാനേജറിനുള്ളത്? ആണോ? ചെറിയൊരു ഡ്യൂട്ടിയാണോ കണ്ടിട്ട്? ഇത്രയും അധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അദ്ദേഹത്തിന് അല്ലെ. ഒരു മാനേജർ എന്ന് പറയുമ്പോ ഒരു വലിയൊരു പൊസിഷൻ ആണ്. ആ ഒരു പൊസിഷൻ ആകുമ്പോൾ അദ്ദേഹത്തിന് അതിനനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. സോ ഒരു നല്ലൊരു ലബോറട്ടറി മാനേജർ ഇത്രയും കാരണങ്ങൾ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങളാണെങ്കിലും പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ടെസ്റ്റുകളുടെ റിസൾട്ട് ആണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്തം ലബോറട്ടറി മാനേജർക്കാണ്. ഓക്കെ, കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നി കാണും, കുഴപ്പമില്ല, മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മളുടെ ലബോറട്ടറി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡുള്ള ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇല്ലേ? കംപ്ലീറ്റ് ആയില്ലേ? എല്ലാ ടീച്ചേഴ്സിന്റെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്റെ ഈ ഭാഗം ഈ ഒരു പോർഷൻ ലബോറട്ടറി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ മാത്രം വരുന്ന പെൻഡിങ് ആയിട്ട് കിടന്നിരുന്നത്. മീൻസ് അല്ലെ, ഒരു ക്ലാസ് കഴിഞ്ഞ വീക്കിൽ ഒരു ക്ലാസ് മിസ്സിന്റെ മിസ്സായി, അല്ലെങ്കിൽ നമ്മൾക്ക് നോക്കും കഴിഞ്ഞാല്. ഓക്കെ, നമുക്ക് ഇപ്പൊ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ആയല്ലോ. ഓക്കെ ആണോ? ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ,
Then അപ്പോ ഫസ്റ്റ് നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോ? പഠനം തുടങ്ങിയ എല്ലാവരും? ഓക്കെ, അപ്പോ നമുക്ക് ഇനി ചെറിയൊരു റിവിഷൻ ഒന്ന് നടത്താനുണ്ട്. കുറെ സമയം റിവിഷൻ നടത്താനൊന്നുമില്ല, എങ്കിലും ഞാൻ എടുത്തിട്ടുള്ള എന്റെ പോർഷൻസിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലബോറട്ടറിയിൽ ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഒപ്പം പറഞ്ഞ് ഫോർവേഡ് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. ലബോറട്ടറി നോക്കാം. ലബോറട്ടറി സർവീസസിൽ നമ്മള് ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ നമ്മൾ എന്താണ് ഒരു ലബോറട്ടറി, മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി എന്താണ് നമ്മൾ പഠിച്ചു കണ്ടോ. A medical laboratory or clinical laboratory is a place where tests are done on clinical specimen to get information about the health of a patient. Okay, അപ്പൊ ഒരു ഡെഫിനേഷൻ ആണ് അത്. Then നമ്മൾ അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. അപ്പൊ അതിനകത്ത് ഞാൻ ചെറിയൊരു ഷോർട്ട് നോട്ട് തന്നായിരുന്നു സ്റ്റഡീസിനെ കുറിച്ച്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബ്ലഡ്. ഹിസ്റ്റോപാത്തോളജി എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? ചെറിയൊരു ഷോർട്ട് നോട്ടൊക്കെ എഴുതി തന്നായിരുന്നു, അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാനുണ്ട്. ടിഷ്യൂസ്, സൈറ്റോളജി, സെൽസ്. Then routine pathology, disease, bacteriology, study of bacteria, microbiology, study of microorganism, virology, virus, mycology, fungi, parasitology, parasites, immunology, immune system, serology, blood serum. Then hormonal assays, ഇത് രണ്ട് അസുഖങ്ങൾ, ഹോർമോണൽ ഇംബാലൻസ് മൂലം വരുന്ന ഏതെങ്കിലും രണ്ട് ഡിസീസസ് ഏതൊക്കെയായിരുന്നു പറഞ്ഞായിരുന്നു ക്ലാസ്സിൽ? തൈറോയിഡ് അല്ലെങ്കിൽ PCOD, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ സെലക്ട് ചെയ്യുക അതിൽ നിന്ന്. ഓക്കെ, നമ്മൾ ഹയറാർക്കി ആണ് നെക്സ്റ്റ് നോക്കിയത്. ഹയറാർക്കി പൊസിഷനിൽ നമ്മൾ പറഞ്ഞു പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും ആണ് പ്രത്യേകം ഞാൻ നോക്കാൻ പറഞ്ഞിരുന്നത്. ഓരോരുത്തരുടെയും പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും പ്രത്യേകം പഠിക്കുക. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ഗുഡ് ലബോറട്ടറിക്ക് ഡിസൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ അതിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത് ടൈപ്പ് ഓഫ് ലബോറട്ടറി പറഞ്ഞു അല്ലെ. ഇങ്ങനെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു സ്മോൾ സൈസ്ഡ് ഉണ്ട്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ് ആൻഡ് വെരി ലാർജ് സൈസ്ഡ്. അപ്പോ സ്മോൾ സൈസ്ഡിൽ നമ്മൾ പറഞ്ഞു ദിവസത്തിൽ ഒരു 100 പേഷ്യന്റിനെയാണ് നമ്മളവിടെ സ്വീകരിക്കുന്നത്. മീഡിയം സൈസ്ഡ് എന്ന് പറയുമ്പോൾ 101 to 400. ഇന്നലെ തന്നെ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ദെൻ ലാർജ് സൈസ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി 401 to 1000. Then very large size എന്ന് പറയുമ്പോൾ 1000 above 1000 വരും. Then multiple location എന്ന് പറഞ്ഞാൽ സെയിം ഐഡന്റിറ്റിയിൽ തന്നെ വ്യത്യസ്ത ബ്രാഞ്ചുകൾ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ വരുന്നതാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എക്യുപ്മെന്റ്സിന്റെ കാര്യമാണ് നോക്കിയത്. അതിൽ കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞു. അതിൽ ഫുൾ ഫോം SOP, ഫുൾ ഫോം പറഞ്ഞായിരുന്നു. എന്താ SOP നോക്കാനുണ്ടോ? SOP ഓർമ്മയില്ല? SOP ഫുൾ ഫോം പറഞ്ഞു നോക്കുന്നുണ്ടോ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ദെൻ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ സാമ്പിൾ ലേബലിംഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ദെൻ വീണ്ടും ലബോറട്ടറി റെക്കോർഡ്സിൽ നമ്മൾ LIS-ഉം HIS-ഉം പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആണ്. ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം, ദെൻ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. പിന്നെ നമ്മൾ പറഞ്ഞു ലബോറട്ടറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന റെക്കോർഡ്സുകൾ ഏതൊക്കെയാണെന്ന് പേരുകളൊന്ന് നോക്കുക. ദെൻ സേഫ്റ്റി ഇൻ ലബോറട്ടറി, ജനറൽ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ പറഞ്ഞു. ദെൻ സയൻസ് ആൻഡ് സിംബൽസ് ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് സയൻസ് ആൻഡ് സിംബൽസ്. സിംബൽസ് നോക്കി വെക്കുക, അതിനെ പറയുന്ന പേരും നോക്കണം, രണ്ടും പഠിക്കണം. ആ പിക്ചർ നോക്കണം, പിക്ചർ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. ഓക്കെ, then what responsibilities, ഒരു ലാബ് മാനേജറിന്റെ കോമൺ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് 3 ആണ് നമ്മൾ ഈ ഒരു ലബോറട്ടറി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെയാണോ? ലബോറട്ടറി ഇതിന്റെ ഇഷ്യൂ ഒന്ന് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ PDF തെറ്റിട്ടില്ല എങ്കിലും കുഴപ്പമില്ലല്ലോ, നമുക്ക് കുറച്ച് നമ്മൾ ഇതിക്ക് മുന്നേ എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് വെച്ചിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെയാണോ? ഫ്രണ്ടിൽ നിന്ന് റിവൈസ് തുടങ്ങണോ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് പോകണോ? ഫ്രണ്ടിൽ നിന്ന് പോകാനോ? കുറച്ചധികം ആയി ഫ്രണ്ടിൽ നിന്നൊക്കെ ഒരു ഓർമ്മയൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാലോ. ഓക്കെ, ഓക്കെയാണോ?
ലബോറട്ടറി ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ദെൻ ഫസ്റ്റ് നമ്മൾ എടുത്തത് ഏതായിരുന്നു? ഇൻപേഷ്യന്റ് സോറി ഔട്ട് പേഷ്യന്റ് ആണോ എടുത്തത്? ഫസ്റ്റ് ഏറ്റവും ആദ്യം നമ്മൾ എടുത്തത് ഔട്ട് പേഷ്യന്റ് അല്ലേ? ആണോ? ഓർക്കുന്നുണ്ടോ? ഔട്ട് പേഷ്യന്റ്, ദെൻ ഇൻപേഷ്യന്റ് അല്ലേ? ആണോ? ഓർഡർ ഓർമ്മയുണ്ടോ? മിസ് പല പല ക്ലാസ്സുകളിൽ പോകുന്നുണ്ട്. OP എടുത്തിട്ടുണ്ടോ? ഓക്കെ. ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് അല്ലെ? ഇൻപേഷ്യന്റ് എടുത്തു, ഔട്ട് പേഷ്യന്റ്, ദെൻ അത് കഴിഞ്ഞിട്ട് ഏതായിരുന്നു നമ്മുടെ ഹോസ്പിറ്റൽ വാർഡ് എടുത്തില്ലേ? എടുത്തോ? ഓർമ്മയുണ്ടോ? റിവിഷനൊന്നും നടക്കുന്നില്ല. ഓക്കെ. ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഹോസ്പിറ്റൽ വാർഡ് അല്ലെ? ഓക്കെ. ദെൻ ICU എടുത്തിട്ടുണ്ട്. ICU എടുത്തിട്ടുണ്ടല്ലോ? എടുത്തിട്ടില്ലേ? ICU പഠിച്ചത് ഓർമ്മയില്ലേ? ഓക്കെ. കുറെ ആളുകൾക്ക് ഇപ്പൊ പേരുകളൊക്കെ ഓർമ്മ വരുന്നുള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ ഒന്ന് നമുക്ക് ഫസ്റ്റ് തുടങ്ങാം അല്ലെ? വെന്റിലേറ്റർ, ലേബർ റൂം, ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ. ഫസ്റ്റ് തുടങ്ങി നമുക്ക് തുടങ്ങാം അല്ലെ? ഔട്ട് പേഷ്യന്റ് തുടങ്ങി നമുക്ക് റിവിഷൻ പോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം എനിക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ഒന്ന് നോക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചാപ്റ്റർ ഒന്ന് എടുത്തു വെക്കാം കേട്ടോ. ഓക്കെ. പെട്ടെന്ന് എടുത്തു വെക്കുക. ഔട്ട് പേഷ്യന്റിന്റെ ചാപ്റ്റർ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. ഔട്ട് പേഷ്യന്റ് അതൊന്ന് ടെക്സ്റ്റ് ബുക്കിലൊന്ന് മടക്കി വെച്ചേക്കാം കേട്ടോ. നമ്മൾ റിവിഷൻ ചെയ്യാൻ പോണ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. വായിച്ച് നോക്കാം ഔട്ട് പേഷ്യന്റ്. ഓക്കെ. നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ റിവൈസ് ചെയ്യുന്നത് ആദ്യം. ടെക്സ്റ്റിൽ എടുത്ത എല്ലാവരും ഔട്ട് പേഷ്യന്റ് ഓക്കെ ആണോ? നോക്കാം. ഔട്ട് പേഷ്യന്റിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു OPD അല്ലെ? ഫുൾ ഫോം ചോദിക്കും. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന്? OPD മീൻസ് outpatient department where patients come to the hospital to consult their health issues with the doctors to start the treatment. Okay. Then നമ്മൾ അതിൽ പ്രത്യേകമായിട്ട് എന്താണ് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, ദെൻ റീഹാബിലിറ്റേഷൻ. കേട്ടോ? ഇപ്പൊ 4 കാര്യങ്ങൾ എന്താണെന്ന്: രോഗനിർണയം, ദെൻ നിരീക്ഷിക്കുക, ദെൻ കൺസൾട്ടേഷൻ എന്താണ്, ട്രീറ്റ്മെന്റ് എന്താണ്, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്തിട്ടേക്കൂ. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ എന്താണ് ട്രീറ്റ്മെന്റ് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഒബ്സർവേഷൻ, ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിംഗ് സംവൺ ഈസ് കോൾഡ് ടുഡേ, അല്ലെങ്കിൽ ദ മെഡിക്കൽ കെയർ ഗിവൻ ടു എ പേഷ്യന്റ് ഫോർ ആൻ ഇൽനെസ് ഓർ ഇഞ്ചുറി ഈസ് കോൾഡ് ട്രീറ്റ്മെന്റ്. എന്താണ് അത്തരത്തിൽ ഏത് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. Then objectives of OPD. OPD യുടെ ഒബ്ജക്റ്റീവ്സ് 4 ഒബ്ജക്റ്റീവ്സ് ആണ്. അതൊന്ന് നോക്കി വെക്കുക.
Then location. എവിടെയാണ് OPD ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ലൊക്കേഷൻ കൺസൾട്ടേഷൻ തൊട്ടാണോ? ഏതായിരുന്നു? അല്ലല്ല, ഇത് മൊത്തം പഠിക്കുക. കാരണം ഡയഗ്നോസിസ് ചോദിക്കാം, ഒബ്സർവേഷൻ ചോദിക്കാം, കൺസൾട്ടേഷൻ ഏത് രീതിയിലും ചോദിക്കാം കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട, നിങ്ങൾ പഠിക്കുക. എല്ലാ കാര്യം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് വായിച്ചെങ്കിലും നോക്കാം. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മള് പഠിച്ച ഏകദേശം ഓപ്ഷൻ കാണുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയ ഒക്കെ കിട്ടും. ലൊക്കേഷൻ നോക്കാം, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പഠിച്ചത് 3 ഏരിയകൾ പഠിച്ചു അല്ലേ? പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. ഇപ്പൊ പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് ഏതൊക്കെയാണ്? പേഷ്യന്റ് ഏരിയ എന്ന് പറയുമ്പോൾ പേഷ്യന്റ് കൂടുതലായിട്ട് അടുത്തിടപെടുന്ന ഏരിയകൾ നോക്കാം. ഇതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഡ്യൂട്ടീസ് ഒക്കെ വരുന്നത് അക്കൗണ്ട്സ്, ബില്ലിംഗ്സ്, സെക്യൂരിറ്റി. ദെൻ ക്ലിനിക്കൽ, ചികിത്സാപരമായിട്ടുള്ള ഏരിയകൾ, കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ, ഡ്രസ്സിംഗ്, ഫിസിയോതെറാപ്പി, അങ്ങനെയുള്ളത്. ഇതിനൊരു ഫ്ലോ പാറ്റേൺ തന്നിട്ടുണ്ട്. ഫ്ലോ പാറ്റേൺ നോക്കാം. സിമ്പിൾ ആണ് ഫ്ലോ പാറ്റേൺ ഒക്കെ അല്ലേ? ഞാൻ വീണ്ടും നമ്മൾ എക്യുപ്മെന്റ്സില് ഡയഗ്നോസ്റ്റിക്കിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള്, തെറാപ്റ്റിക്കിന് ഉപയോഗിക്കുന്നത്, മോണിറ്ററിങ്ങിന്, ദെൻ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ടേബിൾ അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. കാരണം ഇതിൽ നിന്നും OPD ഏരിയ ഇമ്പോർട്ടന്റ് ആണോ? ഏതാ ചോദിച്ചത്? ഏരിയ ആണോ? ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിക്കണം. കാരണം എക്സാമിന് ചിലപ്പോൾ ഇപ്പോ എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം ഒക്കെ തന്നിട്ട് ഐഡന്റിഫൈ വിച്ച് ഏരിയ ആണെങ്കിൽ OPD-യിലെ ഏത് ഏരിയയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാം. കാരണം പ്രത്യേകം അവിടെ സ്പെസിഫൈ ചെയ്തിട്ട് കൊടുത്തിരിക്കുകയല്ലേ ടേബിള്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. 2 ടേബിളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, then functions of OPD. എന്തൊക്കെയാണ് OPD-യുടെ ധർമ്മങ്ങൾ? പോയിന്റ്സുകൾ നോക്കുക. പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്, അതിൽ ANC ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരുന്നു ANC ഫുൾ ഫോം? ANC ഫുൾ ഫോം എന്തായിരുന്നു? ആന്റിനേറ്റൽ കെയറിംഗ്. ദെൻ 2 ടൈപ്പ് OPD നമ്മൾ പഠിച്ചു, സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും ഡീസെൻട്രലൈസ്ഡ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സർവീസസും ഒരൊറ്റ ഏരിയയിൽ നിന്നും പ്രൊവൈഡ് ചെയ്തതാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സർവീസസ് എല്ലാം പല പല ഏരിയയിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. എന്താണെന്ന് പഠിക്കണം. ദെൻ മാനേജീരിയൽ കൺസിഡറേഷൻ. വീണ്ടും നമ്മൾ ഫ്ലോ ചാർട്ട് ആണ് പഠിച്ചത്. Then ANM ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ANM ഫുൾ ഫോം എന്തായിരുന്നു? ANM ഫുൾ ഫോം എന്താണ്? ANM-ന്റെ നമ്മൾ എഴുതി വെച്ചതാണ്. ഓർമ്മയില്ലാർക്കും? ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ്. ഇതിന് OPD-യിലെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് കേട്ടോ. ദെൻ സ്പെസിഫിക് പ്രോബ്ലവും ജനറൽ പ്രോബ്ലംസും, ദെൻ അതിന്റെ മെത്തേഡ്സ്. പിന്നെ ഇത് പ്രത്യേകം ഒന്ന് പഠിക്കാം. ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ, OPD-യിൽ നമ്മൾ സൂക്ഷിക്കുന്ന ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ ഏതൊക്കെയാണെന്ന്. ദെൻ OPD അസിസ്റ്റന്റിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത പോയിന്റ്സുകൾ പഠിച്ചത്. OPD അസിസ്റ്റൻസ് ആരാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ നോക്കണം. ദെൻ ലാസ്റ്റ് വൺ ഗസ്റ്റ് റിലേഷൻ ഓഫീസ് അല്ലെ? എന്താണ് ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസറിനെ വിളിക്കുന്ന മറ്റു 2 പേരുകൾ ഓർത്ത് വെക്കുക. ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, ആ പേരൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചധികമായി, കുറെ പേർക്കൊന്നും ഒന്നും ഓർമ്മയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും റിവിഷൻ ചെയ്യണം കേട്ടോ. നന്നായിട്ട് നിങ്ങൾ തന്നെ സ്വയം റിവിഷൻ ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പൊ ഔട്ട് പേഷ്യന്റ് ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ദെൻ ഇനി ഔട്ട് പേഷ്യന്റിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങോട്ട് ചോദിക്കാം. നിങ്ങൾ ആൻസർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണോ? ഓക്കെ, ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ. ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്യാം. അധികം ഒന്നും ചോദിക്കുന്നില്ല. അങ്ങനെ നമുക്ക്
ഓരോ ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് മാക്സിമം വരാവുന്ന ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ കേൾക്കാം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണേ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ടെക്സ്റ്റ് ബുക്ക് നോക്കി ആൻസർ കുഴപ്പമില്ല പറഞ്ഞോളൂ. മാക്സിമം തനിയെ ഒന്ന് പറയാൻ ശ്രമിച്ചു കേട്ടോ, കിട്ടുന്നുണ്ടോ ശ്രമിച്ചു നോക്കാം. The identification of the nature of an illness or health problem by examination of symptoms are called. റിപ്പീറ്റ് ചെയ്യണോ? ആൻസർ വന്നു കഴിഞ്ഞു കേട്ടോ. പഠിച്ചവർ പെട്ടെന്ന് ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. ഡയഗ്നോസിസ് അല്ലേ, നമ്മളൊരു രോഗത്തിന് ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നതാണ് അല്ലെ, ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ രോഗം നിർണ്ണയിക്കുന്നതിന് എന്ത് വിളിക്കുക? ഡയഗ്നോസിസ്. ഓക്കെ, അറിയില്ലാത്തവരൊക്കെ പഠിച്ചു വെക്കണം. ഇത് അറിയാവുന്നവർ പെട്ടെന്ന് ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, ടെക്സ്റ്റിൽ നോക്കിയാലും കുഴപ്പമില്ല, ആൻസർ ചെയ്തോളൂ. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. എക്സാമ്പിൾ ഓഫ് റീഹാബിലിറ്റേഷൻ തെറാപ്പി അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സർവീസസിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? റീഹാബിലിറ്റേഷൻ, ഫിസിയോതെറാപ്പി കേട്ടോ. റീഹാബിലിറ്റേഷൻ ഒരു എക്സാമ്പിൾ ആണ് ഫിസിയോതെറാപ്പി. അത് പോകരുത് കേട്ടോ. അപ്പൊ എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്തായിരിക്കുക? റീഹാബിലിറ്റേഷൻ എക്സാമ്പിൾ ആണ് ഫിസിയോതെറാപ്പി. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ. ഐഡന്റിഫൈ വിച്ച് ഏരിയ ഇൻ OPD? എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ. ഏത് ഏരിയയിലാണ് OPD-യിലെ? ഓക്കെ, ആൻസർ ഏതാണോ? പേഷ്യന്റ് ഏരിയ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. Outpatient services are provided in respective department is called. Outpatient services are provided in respective departments is called. Decentralized ആണോ ഓർഫാണോ? റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സില. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് ആണ് അല്ലെ, സെപ്പറേറ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലാണ്. സെയിം ആണെങ്കിലോ സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം കേട്ടോ. Dash is a scientific and mathematical way of solving problem of overcrowding പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സയന്റിഫിക് മെത്തേഡ് എന്താണ്? ഒരു പോയിന്റിൽ പറയുന്നുണ്ട്, ഞാൻ പ്രത്യേകം അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. ക്യൂവിംഗ്, ബാക്കിയുണ്ടോ? ക്യൂവിംഗ് തിയറി. ഓക്കെ, ഒരാൾ ക്യൂവിംഗ് എത്തപ്പോ ബാക്കി ഒരാൾക്ക് ക്ലിക്ക് ആയി അല്ലെ. ഓക്കെ, ക്യൂവിംഗ് തിയറി ആണ് കേട്ടോ ആൻസർ. Then who will assist to open new medical record? പുതിയ മെഡിക്കൽ റെക്കോർഡുകൾ ഓപ്പൺ ചെയ്യുന്നത് ആരാണ്? Who will assist new open മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തി? എന്ത് അസിസ്റ്റന്റ് ആണ്? എവിടത്തെ അസിസ്റ്റന്റ് ആണ്? ഓക്കെ, ആൻസർ ഒക്കെ വന്നിട്ടുണ്ട്. PPD-യോ OPD? ഓക്കെ, പഠിച്ച് PPD ആയോ? ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആണല്ലേ. ഓക്കെ, OPD assistant. Okay, then guest relation officer also known as മറ്റൊരു പേര് എന്താണ്? ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മൾ ഔട്ട് പേഷ്യന്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ടീച്ചർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ അവരും. ഇനി പഠിക്കാത്തവരും പഠിക്കുക, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരും റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. Then next chapter, inpatient department. Okay, inpatient department ആണ്. അപ്പൊ inpatient departmentൽ നമ്മൾ പറഞ്ഞു IPD അല്ലെ, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. IPD എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്? ഹോസ്പിറ്റൽ where patients are accommodated after being admitted. അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ IPD എന്ന് പറയുന്നത്. ഇനി എന്താണ് അഡ്മിഷൻ? കണ്ടോ, ഒരു ഡെഫിനേഷൻ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ് അത്. It means allowing a client to stay in the hospital for observation, investigation, and treatment of diseases he is suffering from. Then admission procedure and the purpose നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ഓഫ് അഡ്മിഷൻ
എമർജൻസി അഡ്മിഷൻ എന്താണ്, റൊട്ടീൻ അഡ്മിഷൻ എന്താണ്, അതിന്റെ എക്സാമ്പിൾ വെച്ച് പഠിക്കണം, എങ്കിൽ അത് കിട്ടുള്ളൂ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നത്. ഓക്കെ, എമർജൻസി അഡ്മിഷൻ, റൊട്ടീൻ അഡ്മിഷൻ. എമർജൻസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ, ഹാർട്ട് അറ്റാക്കും ആക്സിഡന്റ് പോയിസണിങ് കേസുകളൊക്കെയാണ് വരുന്നത്, എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന സിറ്റുവേഷൻസ്. റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഡയബറ്റീസ്, ബ്രോങ്കൈറ്റിസ് അങ്ങനെയുള്ള അസുഖങ്ങളാണ്. Then admission procedure to OPD. OPD-യിലൂടെയുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഞാൻ ഇവിടെ പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡിംഗ് സോഷ്യൽ ഡാറ്റ. ക്ലർക്കാണ് സോഷ്യൽ ഡാറ്റ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. Then അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? പോയിന്റ്സുകളാണ്. അതില് TPA എന്തായിരുന്നു ഫുൾ ഫോം? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ OPD-യിൽ എങ്ങനെയാണ്? BP നോക്കുക, ടെമ്പറേച്ചർ ഒക്കെ നോക്കുക, പോയിന്റ്സുകളാണ്. കുറച്ച് പോയിന്റ്സ് അധികം ഉണ്ട്, അതൊന്ന് പഠിക്കാം. Then നഴ്സസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത്. പ്രിപ്പയർ റൂം, ഐഡന്റിഫൈ സെൽഫ്, ഓറിയന്റ് പേഷ്യൻസ്, then gather information related to. ഓക്കെ, അപ്പൊ അതിന്റെ ഉള്ളിൽ വരുന്ന പോയിന്റ്സുകളും പഠിച്ചു വെക്കണം. ഞാൻ പ്രിലിമിനറി ഒബ്സർവേഷനിൽ നമ്മള് 3 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു. എന്താണ്? ഡിസ്കറേഷൻ ഓഫ് സ്കിന്നിന് എക്സാമ്പിൾസ് ആണ് ജോണ്ടിസ്, സിയാനോസിസ് ആൻഡ് ഫേഷ്യൽ പാരലൈസിസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then വീണ്ടും ചാർട്ടിംഗിൽ വരുന്ന പോയിന്റ്സുകള് ചാർട്ടിംഗിലുള്ളത്. Then അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു പേഷ്യന്റിനെ നമ്മൾ അഡ്മിഷൻ ചെയ്യുമ്പോഴുള്ള ആ പ്രോസസ്സുകളും കാര്യങ്ങളും. കുറച്ചധികം പോയിന്റ്സ് ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതിൽ നിന്നും മാക്സിമം വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ആൻസറുകൾ പെട്ടെന്ന് നിങ്ങൾ ആൻസർ ചെയ്യാം കേട്ടോ. നോക്കാം, ആൻസർ പെട്ടെന്ന് പറയണേ. Dash means allowing a client to stay in the hospital for observation, investigation, and treatment of the diseases he is suffering from. Definition ആണ് പറഞ്ഞോ. അഡ്മിഷൻ എന്താണ്? അഡ്മിഷൻ എന്നുള്ളതാണ്. അത് പ്രത്യേക IPD ഡെഫിനിഷൻ ആണോ? കണ്ടോ, പലർക്കും അത് അവിടെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അഡ്മിഷൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ കൃത്യമായിട്ട് നമുക്ക് ഫസ്റ്റ് പേജിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പാട്ടെങ്കിലും അത് മാക്സിമം പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. Clients are admitted with acute condition requiring immediate treatment. ഏത് ടൈപ്പ് അഡ്മിഷൻ ആണ്? റൊട്ടീൻ ആണോ എമർജൻസി ആണോ? അഡ്മിഷൻ എമർജൻസി ആണ് അല്ലെ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എമർജൻസി അഡ്മിഷൻ ആണ്. ഓക്കെ, ദെൻ നോക്കാം. ക്ലയന്റ്സ് ആർ നെക്സ്റ്റ് നോക്കാം. ഹാർട്ട് അറ്റാക്ക് ആക്സിഡന്റ്സ് ആർ ദ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് അഡ്മിഷൻ? ഹാർട്ട് അറ്റാക്ക് ആൻഡ് ആക്സിഡന്റ്സ് ഈ കേസുകളൊക്കെ വരുന്നത് ഏത് ടൈപ്പ് അഡ്മിഷൻ ആണ്? റൊട്ടീൻ ആണോ എമർജൻസി ആണോ? എമർജൻസി അഡ്മിഷൻ. ഓക്കെ, ദെൻ whose the duty of recording social data? Social data record ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ക്ലർക്ക്. ഓക്കെ, then പിന്നെ നമ്മൾ പറഞ്ഞത് ഫുൾ ഫോമുകൾ ഒന്ന് നോക്കി വെക്കാം. MO എന്ന് പറഞ്ഞാൽ ആരാണ്? MO മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ഏകദേശം ഒരു ചെറിയ ചാപ്റ്റർ ആണ്, കുറെ പോയിന്റ് വൈസ് ആണ് വന്നിരിക്കുന്നത്. സോ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കണം. MLC മെഡിക്കോ ലീഗൽ കേസസ് കേട്ടോ. MLC നിങ്ങൾക്കൂടെ മെഡിക്കൽ ലീഗൽ കേസസ് എന്നാണ് തന്നിരിക്കുന്നത്. മെഡിക്കൽ ലീഗൽ കേസസും ശരിയാണ്, മെഡിക്കോ ലീഗൽ കേസസും ശരിയാണ്. ഓക്കെ, പ്രിന്റിൽ മെഡിക്കൽ ആണ് തന്നിരിക്കുന്നത്. ദെൻ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മെഡിക്കോ ലീഗൽ കേസസ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോ ഓപ്ഷനിൽ ഏതാണോ അത് റൈറ്റ് ആയിട്ട് എഴുതുക. മെഡിക്കോയും ശരിയാണ്, മെഡിക്കലും ഒക്കെയാണ്. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ എടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ വാർഡ് ആണ് അല്ലേ. ഞാൻ ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കുറെ ബാക്കുമായിട്ട് ആയല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രിന്റ് ഔട്ട് മീൻസ് PDF എടുത്തിട്ട് നിങ്ങളോട് അത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഹോസ്പിറ്റൽ വാർഡ് പിന്നെ ഒരു ICU വരെ നമുക്കൊന്ന് പ്രിന്റ് വെച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തൊരു അരമണിക്കൂർ കൂടി മിസ് തന്നെയായിരിക്കും റിവിഷൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? കുഴപ്പമുണ്ടോ? ബോറിംഗ് ഉണ്ടോ? അല്ലെങ്കിലോ നമ്മൾ റിവിഷൻ ചെയ്തില്ല എന്നുള്ളൊരു പരാതി ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സ് കൂടി നമുക്കൊന്ന് റിവിഷൻ നടത്താം. വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തോളൂ. 5 minutes ഒന്ന് ബ്രേക്ക് തരാം. ഓക്കെ, 5 minutes മതിയല്ലോ ബ്രേക്ക്. ഓക്കെ ആണോ? ഹോസ്പിറ്റൽ വാർഡ് നോക്കണം, ദെൻ ICU നോക്കാനുണ്ട്, ദെൻ ബാക്കി ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് കൂടി നോക്കണം. ഓക്കെ, 5 minutes ബ്രേക്ക് എടുത്തോളൂ.
Okay. Then hospital ward അടുത്ത ചാപ്റ്റർ നോക്കാം. ഹോസ്പിറ്റൽ വാർഡ് അതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് എടുത്തതാണല്ലോ, അതുകൊണ്ടാണ് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. Then hospital വാർഡില് ഫസ്റ്റ് വൺ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കണം. A ward എന്ന് പറയുന്നത് വാർഡ് is a room in a hospital where beds are arranged for many people, often people who need similar treatment. ഏകദേശം ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന ഒത്തിരി ബെഡ്സുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റൂമാണ് ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത്. Then hospital വാർഡിന്റെ പർപ്പസസ് ആണ് നമ്മൾ നോക്കിയത്. ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള പർപ്പസുകൾ. Then മെയിൻ ആയിട്ട് നമ്മൾ വാർഡ് സ്പേസ് എങ്ങനെ നമ്മളൊരു ഷോർട്ട് ഫോം പറഞ്ഞായിരുന്നു, PNC. ഓർക്കുന്നുണ്ടോ? PNC നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓർമ്മയില്ല. ഓർമ്മയുണ്ടോ? PNC പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, കോറിഡോർസ് നോക്കാം. Then നമ്മൾ രണ്ട് ടൈപ്പ് വാർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ജനറൽ വാർഡും ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് വാർഡ്. അതിൽ നമ്മൾ പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ആണ് ഗൈനക്കോളജി, മെറ്റേണിറ്റി, ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറയുന്നത് എന്താണ്? ക്യാൻസർ പേഷ്യൻസ് എന്നുള്ളത്. നെഫ്രോളജി, ഡയാലിസിസ്, then ophthalmology, ഐ സ്പെഷ്യലിസ്റ്റ് ആണ്. ഓക്കെ. Then കോമ്പോണൻസ് ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ക്ലിനിക്കൽ ഏരിയ, ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത് ഏതൊക്കെയാണ്? പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഓക്സിലറി ഏരിയയിൽ വരുന്നത് നഴ്സസ് റൂമും ഡോക്ടേഴ്സ് റൂമും, രണ്ട് റൂമുകളാണ് ഓക്സിലറി ഏരിയയിൽ വരുന്നത്. Then ആൻസിലറി ഏരിയയിൽ വരുന്നത് പാൻട്രി, ഡേ റൂം, ടോയ്ലറ്റ്. Then സാനിറ്ററി ഏരിയയിൽ വരുന്നത് ടോയ്ലറ്റ്സും ഡോട്ടി യൂട്ടിലിറ്റി. അപ്പൊ ഓരോ ഏരിയകളും പഠിക്കണം. ആ ഏരിയയിൽ ഉള്ളിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് പ്രത്യേകം പഠിക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ, ഐഡന്റിഫൈ വിച്ച് കോമ്പോണൻസ് ഓഫ് വാർഡ്, അല്ലെ? ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ നെക്സ്റ്റ് നോക്കിയത് ഒരു നല്ലൊരു വാർഡ് മാനേജ്മെന്റിന് വേണ്ട ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒത്തിരി ഘടകങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. Then അടുത്തത് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി. അപ്പോ വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് നോക്കി വെക്കുക. ഏതെങ്കിലും ഒരു ഡ്യൂട്ടി ചോദിച്ചുകൊണ്ട് അത് ആരുടെ ഡ്യൂട്ടിയാണെന്നൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പൊ എല്ലാ പോയിന്റ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ബൈഹാർട്ട് ചെയ്യേണ്ട, മനസ്സിലാക്കി പഠിച്ചു വെക്കാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജർ. അപ്പൊ അത് ആരാണോ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഇസ് എ പ്രൊഫഷണൽ who is specialized in helping people who are recovering from diseases or disability. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി, അതൊന്നും പഠിച്ചു വെക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ, എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യേണ്ടത്. Then patient relation officer. ആരാണ് patient relation officer എന്ന്? Patient relation officer are responsible managing relationship between healthcare providers and patients. So ആ ഒരു ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. Then അദ്ദേഹത്തിന്റെ ജോബ് ഡ്യൂട്ടീസും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജോബ് ഡ്യൂട്ടീസും ഒന്ന് പഠിക്കുക. അതൊക്കെ ബൈ ഹാർട്ട് ചെയ്യുന്ന, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. മാറി പോകുന്നത് കേട്ടോ, രണ്ട് ഡ്യൂട്ടീസ് വരുന്നുണ്ടേ. വാർഡ് ക്ലർക്കും പേഷ്യന്റ് റിലേഷൻ ഓഫീസറും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ, അതൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ. ഇത്രയുമാണ് ഹോസ്പിറ്റൽ വാർഡില് പറയുന്നത് ഏകദേശം. ഓക്കെ. ഇനി അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ആൻസർ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. Dash is a room in a hospital where beds are arranged for many people, often who need similar treatment. Ward, hospital ward. Answer. Okay, അറിയാലോ എല്ലാവർക്കും. സിമ്പിൾ അല്ലേ? Then നോക്കാം. Then constituent of ward space ഏതൊക്കെയാണ്? Constituent of ward space ഏതൊക്കെയായിരുന്നു? കോറിഡോർ, PNC എന്ന് പഠിച്ചാൽ മതി. നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി PNC എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ CTVS stands for. CTVS ന്റെ ഫുൾ ഫോം എന്തായിരുന്നു? CTVS ഫുൾ ഫോം അറിയാമോ? കാർഡിയോ, ആർക്കറിയില്ല? CTVS ന്റെ ഫുൾ ഫോം കാർഡിയോതൊറാസിക് ആൻഡ് മസ്കുലർ സർജറി. ഓക്കെ. ക്ലിയർ ആണോ?
ഓക്കെ, എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, കുറച്ച് പേർക്കൊക്കെ അറിയാം, ഒത്തിരി പേർക്ക് അറിയാമെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. Then next one, oncology is the study of oncology. Oncology എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ oncology വാർഡ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഏത് പേഷ്യൻസിനെയാണ്? ക്യാൻസർ പേഷ്യൻസിന്. Then ophthalmology of ophthalmology ഐ അല്ലെ, കണ്ണിന്റെ ഒക്കെ പ്രശ്നങ്ങൾ മാത്രമുള്ളതാണ് ഒപ്താൽമോളജിയിൽ വരുന്നത്. Then നോക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. Choose the odd one. നോക്കാം, pantry, toilets, day room and trolley way. ഇതില് odd one ഏതാണെന്ന് കണ്ടെത്താൻ പറ്റുമോ? Pantry, toilets, day room, trolley way. ടോയ്ലറ്റ് ആണ്. എന്തുകൊണ്ടാണ് ടോയ്ലറ്റ് ആണെന്ന് പറഞ്ഞത്? ബാക്കിയെല്ലാം ഏത് ഏരിയയിൽ വരുന്നതാണ്? ആൻസിലറി ഏരിയ. കണ്ടോ? അപ്പൊ ആ ഒരു രീതിയിൽ പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം. Who maintain and update patient database on computer and notify nursing staff on all diagnosis? Who maintain, update patient database on computers and notify nursing staff on all diagnosis? കിട്ടിയില്ല ആൻസർ? വാർഡ് ക്ലർക്ക്. ഓക്കെ, ഇനി MRD ഫുൾ ഫോം എന്തായിരുന്നു? MRD ഫുൾ ഫോം മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, then നോക്കാം, who monitor performance of patient care service and compare this to government agency standards? Who monitor the performance of patient care service and compares it to government agent standard? ആരാണെന്നാണ് ചോദിക്കുന്നത് മോണിറ്റർ ചെയ്യുന്നത്? ആരായിരിക്കും? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്, ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധിക്കുന്നത്. ഓക്കെ, നോക്കാം. A professional who specializes in helping people who are recovering from diseases of disability. ഞാൻ പറഞ്ഞു പോയ പോയിന്റ് ആണ് കേട്ടോ അത്. ഒന്നുകൂടി പറയാം. ആൻസർ കിട്ടിയോ? എക്സിക്യൂട്ടീവ് ആണോ? എന്ത് എക്സിക്യൂട്ടീവ് ആണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് or floor manager. Then who is worked as intermediary between healthcare providers and patients? Who is worked as intermediary between patient relation officer. Okay, ഏകദേശം നമ്മള് ഈ ഒരു വാർഡ് ഹോസ്പിറ്റൽ വാർഡില കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് എടുത്തത് ഏതാണെന്നോ? ഇനി നമുക്ക് ഏകദേശം കുറച്ചൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ICU ആണ് അടുത്തതെടുത്തത് നമ്മൾ ചാപ്റ്റർ ആണോ? ഓർമ്മയുണ്ടോ? ഓക്കെ, ICU എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പറയാം. PDF ഞാൻ എടുത്തിട്ടില്ല. ICU എന്നുള്ള ക്വസ്റ്റ്യൻസ് പറയാം. ഇത് ഫസ്റ്റിലുള്ള PDF മാത്രമാണ് എടുത്തിട്ടത്. കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം, നിങ്ങൾ ആൻസർ ഇങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു തരിക. ഓക്കെ, ICU നോക്കാം. ICUന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അത് ആദ്യം പറഞ്ഞിരിക്കണ്ടേ? ഓക്കെ, ദെൻ നോക്കാം. The hospital area that provide specialized care of sick and premature babies. ഏത് ടൈപ്പ് ICU ആണെന്ന്? പ്രീമച്വർ ബേബി അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ICU. NICU, neonatal intensive care unit. Then നോക്കാം, unit that provide care for patients with neurological conditions.
ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് വരുന്ന പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ICU ഏതായിരുന്നു? ന്യൂറോളജിക്കൽ കണ്ടീഷൻ, ന്യൂറോ ICU, ന്യൂറോ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, നോക്കാം. In an open unit ICU, who is responsible for admission and treatment of patient? ഒരു ഓപ്പൺ യൂണിറ്റിൽ ICU നമ്മൾ പറഞ്ഞു, ക്ലോസ്ഡ് യൂണിറ്റും ഓപ്പൺ യൂണിറ്റും പഠിച്ചു. അവിടെ ഓപ്പൺ യൂണിറ്റിൽ ആരാണ് പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും അഡ്മിറ്റ് ചെയ്യുന്നതും? ഫിസിഷ്യൻ അല്ലെ, പ്രൈമറി ഫിസിഷ്യൻ ആണ് കേട്ടോ. Then in a closed unit, who is responsible for ICU admission? Closed ആരാണ്? ഓപ്പണിൽ നമ്മൾ പറഞ്ഞ ഡയറക്ടർ ആണോ? പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടല്ലോ, ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഓർക്കുന്നുണ്ടോ? ഇമ്പോർട്ടന്റ് ഒരു വ്യക്തി ക്ലോസ്ഡ് ICUയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തി, ഇന്റൻസിവിസ്റ്റ്, ഓർക്കുന്നുണ്ടോ? ഓക്കെ, നോക്കാം. Who is the registrar in ICU? ICUയിലെ രജിസ്ട്രാർ എന്ന് പറയുന്നത് ആരാണ്? Who is registrar in ICU? Registrar in ICU, senior resident. Okay, then നോക്കാം. Connection with the dash unit is necessary for proper treatment for patient in ICU. Connection with the ഏത് യൂണിറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ വേണമെന്ന് പറയുന്നത്? നെസസറി ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന് ഒരു യൂണിറ്റ് ആയിട്ട് കണക്ഷൻ വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. സെയിം ടെക്സ്റ്റിൽ എടുത്ത് പറയുന്ന പോയിന്റ് ആണ് അത്. ഓർമ്മയുണ്ടോ? ഒന്നും കൂടി വായിക്കാം, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. കണക്ഷൻ വിത്ത് ദി ഡാഷ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ proper treatment for patient in ICU. Parent unit. Okay. Then നോക്കാം. Who is responsible for purchasing and servicing of ICU equipment? ICU equipment purchase ചെയ്യാനും സർവീസ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ICU equipments പർച്ചേസ് ചെയ്യാനും സർവീസ് ചെയ്യുന്നതും ICU ഇൻചാർജ്. ഓക്കെ, ICU ഇൻചാർജ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. ഇവിടെ സെക്രട്ടറിയും ഇൻചാർജും വ്യത്യാസം ഉണ്ട് കേട്ടോ. വ്യത്യാസമല്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. സോ അതുകൊണ്ട് ഓരോ പോയിന്റുകളും ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. വ്യത്യാസങ്ങൾ വരാം, കൺഫ്യൂഷൻ വരാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നാൽ നമ്മൾ ഒരു മാർക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? ഓക്കെ. Who is liable to answer basic questions and provide general information regarding ICU? അതാരായിരിക്കും? പർച്ചേസുകൾ, എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നതും മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്നത് ഇൻചാർജ് ആണ്. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻസിന് ആൻസറും ജനറൽ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത് സെക്രട്ടറി. ഓക്കെ, മാറിപ്പോകോ? ഇനി ഏതെങ്കിലും ഒരെണ്ണം ഓർത്ത് വെക്കാം കേട്ടോ. എക്യുപ്മെന്റ്സുകളൊക്കെ വാങ്ങിക്കുന്നതും മെയിൻ്റെനൻസ് ചെയ്യുന്നത് ആരാണ്? ഇൻചാർജ് ആണ്. ഓക്കെ. ദെൻ ആൻസറൊക്കെ ക്വസ്റ്റ്യൻസ് ആൻസറുകൾ കൊടുക്കുന്നതും ഇൻഫോർമേഷൻസ് ഒക്കെ നൽകുന്നതും ICU സെക്രട്ടറി ആയിരിക്കും. ഓക്കെ. ദെൻ അപ്പൊ ICUയിൽ ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇനി വെന്റിലേറ്ററും കൂടി ഒന്ന് പറയാനുണ്ട് അല്ലേ? വെന്റിലേറ്റർ നോക്കാം. നോക്കാം കേട്ടോ. ARDS ഫുൾ ഫോം എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? ARDS വെന്റിലേറ്ററിലെ ആണ് ARDS. അക്യൂട്ട്, ബാക്കി പറയാമോ? acute respiratory distress syndrome. Okay, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. Then COPD ഫുൾ ഫോം എന്തായിരുന്നു? COPD chronic obstructive pulmonary diseases. Okay, then what is caused by renal failure? Renal failure എന്ന് സംഭവിക്കുന്നത് എപ്പോഴാണ്? Fluid overload. Okay, fluid വന്ന് നിറയുമ്പോഴാണ് renal failure ആവുന്നത്. Then നോക്കാം നെക്സ്റ്റ് വൺ. What is mean by larynx? Larynx എന്ന് പറയുന്നത് എന്താണ്? What is mean by larynx?
വോയിസ് ബോക്സ്, വോയിസ് എന്നല്ല വോയിസ് ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, the air sacs in the lungs can get filled up with fluid is called. നമ്മുടെ എയർ സാക്കില് എന്താണ് ഫ്ലൂയിഡ് വന്ന് അടിയുന്നത്, നിറയുന്ന ഒരു അവസ്ഥയെ പറയുന്ന പേരെന്താണ്? ഞാൻ പിക്ചറൊക്കെ കാണിച്ചു തന്നതാണ് കേട്ടോ. ഓർക്കുന്നുണ്ട് ആരെങ്കിലും പേര്? ഫ്ലൂയിഡ് വന്ന് മീൻസ് ഒരു പുക പോലെ അല്ലെങ്കിൽ ഇങ്ങനെ കഫം പോലെ വന്ന് നിറയുന്നത് പൾമണറി. ബാക്കി എന്താണിതും? പൾമണറി മാത്രമുള്ളൂ, പൾമണറി എഡീമ. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് ഓക്സിജൻ ടോക്സിറ്റി അറിയാലോ. ഓക്സിജന്റെ അളവ് കൂടുതലായിട്ട് വരുന്നതാണ് ഓക്സിജൻ ടോക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ചിത്രയൊക്കെയാണ് വെന്റിലേറ്ററിൽ വരുന്നത്. കുറച്ചുകൂടി നോക്കാനുണ്ട്, നന്നായിട്ടൊക്കെ പഠിക്കണം വെന്റിലേറ്റർ. ഞാൻ വെന്റിലേറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഏതായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് കൊടുത്തത് ആണോ? അല്ലെ, ബയോമെഡിക്കൽ ആയി എടുത്തത്. ഓക്കെ, മോർച്ചറി മിസ് ആണ് എടുത്തത്. പിന്നെ മിസ് ആണോ മോർച്ചറി എടുത്തത്? ഓക്കെ, ലേബർ റൂം നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അതിന് മുന്നേ. ലേബർ റൂം എടുത്തിട്ടില്ലേ? ഓക്കെ, ലേബർ റൂമിന്റെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. ലേബർ റൂം ഓൾസോ നോൺ ആസ്, ലേബർ റൂം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മറ്റൊരു പേര് ലേബർ റൂം ഓൾസോ നോൺ ആസ് ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, നമ്മൾ അതിനകത്ത് മറ്റേ സോണുകൾ പഠിക്കണം കേട്ടോ കൃത്യമായിട്ടൊന്ന്. പ്രൊട്ടക്റ്റീവ് സോണുകളും അങ്ങനെ സോണുകൾ പഠിക്കാം. LBW ഫുൾ ഫോം എന്തായിരുന്നു? ലോ ബർത്ത് വെയിറ്റ്. ഓക്കെ, അതിലെ സോണുകൾ പഠിക്കണം. LDRP എന്താണെന്ന് പഠിക്കാം. ലൊക്കേഷൻ നോക്കുക, കൺവീനിയന്റ് ആണ് ബട്ട് ഐസൊലേറ്റഡ് ഏരിയ ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ചെറിയൊരു ചാപ്റ്റർ ആണ്. പിന്നെ നമ്മൾ പഠിച്ചു, അതിനകത്ത് കുറച്ച് പോയിന്റ്സുകളൊക്കെ ഉണ്ട്, അതും കൂടി ഒന്ന് പഠിക്കാം. ആ സോണുകൾ പഠിച്ചു വെക്കാം കൃത്യമായിട്ട്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സോൺ അങ്ങനെയുള്ള സോണൊക്കെ നോക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, അത് ഒരുപാട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ ആണ് അല്ലെ. അത് ഇനി കൂടുതൽ റിവിഷൻ എനിക്ക് ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ടേബിൾ പഠിക്കുക, കളർ കോഡുകൾ നോക്കുക. അതിലും കുറച്ച് സിമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ സിമ്പിൾസ് നോക്കാം. ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ്, പ്ലാസ്മ പൈറോലിസിസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ടേബിള് ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ടേബിൾ ഒന്ന് കൃത്യമായിട്ടും ഒന്ന് എന്താ പറയാ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഏകദേശം. പിന്നെ നമ്മൾ ഇന്നത്തെ ലബോറട്ടറി ഇത്രയാണ് എടുത്തേക്കുന്ന ഭാഗങ്ങള്. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒന്ന് റിവൈസ് ചെറിയ രീതിയിലൊരു റിവിഷനും നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആയോ? റിവിഷനും കൂടി കിട്ടിയപ്പോൾ റിവിഷൻ ചെയ്യാൻ ടൈം കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. പിന്നെ നിങ്ങളുടെ ഒപ്പം അങ്ങോട്ട് എത്തിച്ചു. നമുക്ക് ചെറിയൊരു അല്ലെങ്കിൽ പിന്നെ റിവിഷനും കൂടി തന്നില്ലെങ്കിൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാകുമല്ലോ. ഓക്കെ, ഇപ്പൊ എല്ലാവരും ഹാപ്പി ആണോ? ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനി പഠിക്കാം കേട്ടോ. പഠിക്കാവുന്ന ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ല. അപ്പൊ എക്സാമിന് വേണ്ടി സ്വയം തയ്യാറെടുപ്പുകൾ എടുക്കുക. കിട്ടുന്ന സമയം പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുക. പഠിച്ച കാര്യങ്ങളാണെങ്കിൽ ഒന്നും കൂടി അതിനെ റിവൈസ് ചെയ്തെടുക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന സെക്ഷൻസ് ഓരോ ടീച്ചേഴ്സും പറയുമല്ലോ, ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസുകൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാം. നല്ല രീതിയിൽ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ക്ലാസ് കേൾക്കാം, ഓർമ്മയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ഡിസ്ട്യൂഷൻസ് നന്നായിട്ടൊക്കെ എക്സാം ഒക്കെ എഴുതാൻ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് റിവിഷൻ ചെയ്തതാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. Thank you.